വെളിപ്പാട് അധ്യായം 8. കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിൽക്കുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം നൽകപ്പെട്ടു. സ്വർണ്ണ ധൂപകലശവുമായി മറ്റൊരു ദൂതൻ വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണയാഗപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളോടുകൂടെ അർപ്പിക്കുവാൻ അയാൾക്ക് വളരെ ധൂപവർഗം ലഭിച്ചു. തന്റെ കയ്യിൽ നിന്ന് ധൂപവർഗത്തിന്റെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീക്കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അനന്തരം കാഹളമേന്തിയ ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയുമുണ്ടായി. അത് ഭൂമിയിന്മേൽ വർഷിച്ചു. ഭൂമിയുടെ 1/3 ഭാഗം എരിഞ്ഞുപോയി. വൃക്ഷങ്ങളിൽ 1/3 എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2-ാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. സമുദ്രത്തിന്റെ 1/3 ഭാഗം രക്തമായി തീർന്നു. സമുദ്രജീവികളിൽ 1/3 ചാവുകയും കപ്പലുകളിൽ 1/3 നശിക്കുകയും ചെയ്തു. 3-ാമത്തെ ദൂതൻ കാഹളമൂതി. തീപ്പന്തം പോലെ ജ്വലിക്കുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തുനിന്ന് നദികളിൽ 1/3 നീരുറവകളിന്മേലും പതിച്ചു. കാഞ്ഞിരം എന്നാണ് ആ നക്ഷത്രത്തിന്റെ പേര്. വെള്ളത്തിന്റെ 1/3 കയ്പുള്ളതായി തീരുകയും ആ കയ്പ് വെള്ളം നിമിത്തം നിരവധി ആളുകൾ മരിച്ചു പോകുകയും ചെയ്തു. 4-ാമത്തെ ദൂതൻ കാഹളമൂതി. സൂര്യന്റെയും ചന്ദ്രന്റെയും 1/3 ഭാഗത്തിനും നക്ഷത്രങ്ങളിൽ 1/3 ആഘാതമേറ്റു. അങ്ങനെ അവയിൽ 1/3 ഇരുണ്ടുപോയി. പകലും രാത്രിയും 1/3 വെളിച്ചമില്ലാതായി. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹള ശബ്ദം നിമിത്തം ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കഴുകൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു.